ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലെ കർത്താവ് പല ആളുകളോട് ഇടപെട്ട ചില കാര്യങ്ങള് പ്രാഥമികമായിട്ട് നമുക്ക് ചിന്തിക്കാം. വളരെ ലളിതമായ കാര്യമാണ്. സുവിശേഷങ്ങളില് ഈ കാര്യങ്ങൾ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് നോക്കാം. നമ്മളും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കർത്താവും തമ്മിലുള്ള ഒരു ബന്ധമാണല്ലോ. അപ്പൊ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ആളുകളോട് എങ്ങനെയാണ് ഇടപെട്ടത് എന്നുള്ളത് നോക്കുന്നതും മനസ്സിലാക്കുന്നതും നമുക്ക് പ്രയോജനമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ നിലയിൽ നോക്കാം. വളരെ പ്രാഥമികമായ കാര്യങ്ങളാണ്. നമ്മുടെ മധ്യത്തില് പുതുതായിട്ട് വന്നിട്ടുള്ള ധാരാളം പേരുണ്ടല്ലോ. അവരോടൊക്കെയുള്ള ബന്ധത്തില് ഈ കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തില് നമുക്ക് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തില്, ലൂക്കോസ് 7:13 വാക്യം, അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. കണ്ടോ, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താന് കരയുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിഞ്ഞു. എന്നിട്ട് കർത്താവ് ചെന്ന് പറയുന്നു, കരയണ്ട എന്ന് പറയുന്നു. നമുക്ക് നമ്മുടെ മനുഷ്യ ജീവിതത്തില് വളരെ നമ്മോട് അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് കരച്ചിൽ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അത് പലതും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലായിരിക്കുമ്പോൾ മനുഷ്യനെ ചെയ്യാൻ കഴിയുന്ന, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താ? അവര് കരയുക എന്നുള്ളതാണ്. ഇവിടെ ഒരു സ്ത്രീ അതുപോലെ കരയുകയാണ്. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ 7-ാം അധ്യായം അതിന്റെ 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് ആ ഭാഗം പറയുന്നത്. ആ ചരിത്രം വായിക്കുമ്പോൾ ഈ സ്ത്രീക്ക് കരയാൻ മതിയായ കാരണം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നോക്കുമ്പോൾ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരന്റെ മൃതദേഹം അത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അവന്റെ അമ്മ, അവളൊരു വിധവയാണ്. അവള് ആ ശവമഞ്ചത്തോടൊപ്പം ഉണ്ടായിരുന്നു. വലിയ പുരുഷാരം ആ വിധവയോടൊപ്പം അങ്ങനെ നടന്നു വരുമ്പോഴാണ് അവൾക്ക് കരച്ചില് അടക്കാൻ കഴിയാതെ അവള് കരഞ്ഞുകൊണ്ട് തൻ്റെ മകന്റെ ശവത്തോട് ചേർന്ന് നടക്കുമ്പോൾ അവളുടെ കരച്ചിലും എല്ലാം കണ്ടിട്ട് കർത്താവിന് മനസ്സലിഞ്ഞു. കർത്താവ് അവളോട് ചെന്ന് പറഞ്ഞു, നീ കരയണ്ട എന്ന് പറഞ്ഞു. ഉടനെ ശവമഞ്ചം ചുമക്കുന്നവർ അവിടെ നിന്നു. കർത്താവ് ചെന്നു ആ ബാല്യക്കാരനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു. ഇതാണ് ആ സംഭവം. നമുക്കറിയാവുന്ന നയീനിലെ വിധവയുടെ കാര്യമാണ്. ഇവിടെ കണ്ടോ, ഇവള് ഒരു വിധവയാണ്. വിധവ, അവൾക്ക് അവളെ സംബന്ധിച്ച് അവൾക്ക് ഈ മകൻ, മരിച്ചുപോയ മകൻ ഏകജാതനായ മകനാണ്. 12-ാം വാക്യത്തിൽ ഈ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോ വിധവ, അവൾക്ക് ആകെ ഒരു മകനേ ഉള്ളൂ. ആ മകൻ മരിച്ചുപോയി. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അവൾ കടക്കുന്നത്. അവിടെ അങ്ങനെ പോകുമ്പോൾ അവൾക്ക് കരയുകയല്ലാതെ മറ്റെന്താ മാർഗം? അവൾ കരയുകയാണ്. ഇതിനൊരു പരിഹാരവും അവളുടെ ദൃഷ്ടിയിലില്ല. അല്ലെ, അവളെ സ്നേഹിച്ച് അവളോടൊപ്പം നടക്കുന്ന അവളുടെ പരിചയക്കാരും മറ്റൊരു പോം വഴിയൊന്നും കാണുന്നില്ല. കാര്യം മരിച്ചുപോയി. ഇനിയിപ്പോ എന്താ ചെയ്യാവുന്നത്? പക്ഷേ കർത്താവിനെ ഇവര് സമീപിച്ചുമില്ല. കർത്താവ് യാദൃച്ഛികമായിട്ട് ആ സമയത്ത് ആ പട്ടണത്തിന്റെ അവിടേക്ക് ചെന്നു. യാദൃച്ഛികമല്ല, ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ ഭാഗമാണ്. എങ്കിലും താൻ ആ സമയത്ത് അവിടെ ചെന്നപ്പോഴാണ് ഇവളുടെ കണ്ണീര് കണ്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞ്, അതിനുശേഷം ബാല്യക്കാരെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞ് അവനെ ഉയർപ്പിച്ച് ആ നിലയില് ആ കണ്ണുനീരിനെ സന്തോഷമാക്കി തീർത്ത ഒരു കാര്യം. നമ്മുടെ ജീവിതത്തില്, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ചിലപ്പോ
ഒരു പരിഹാരമില്ലെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം നമ്മൾ കരയുന്നത്. എന്നാൽ അവിടെയും നമ്മൾ ഓർക്കേണ്ടത്, ഏത് പരിഹാരമില്ലാത്ത കാര്യത്തിനും പരിഹാരം തരാൻ കഴിയുന്ന ഒരുവനാണ് ദൈവം. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. കർത്താവിത ആ മകനെ ഉയർപ്പിച്ചു, മരണത്തിൽ നിന്ന് വിടുവിച്ചു. ആളുകള് അത്ഭുത പരിഭ്രാന്തരായി, എല്ലാവർക്കും ഭയം പിടിച്ചു എന്നൊക്കെയാണ് നമ്മൾ അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. എല്ലാവർക്കും ഭയം പിടിച്ചു. ഈ ശ്രുതി യഹൂദയിൽ ചുറ്റുമുള്ള നാടെങ്ങും പരന്നു എന്ന് നമ്മൾ വായിക്കുന്നു. കർത്താവ് ഈ നിലയിൽ ആളുകളുടെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞ് താൻ തന്നെ പ്രവർത്തിച്ച വേറെയും പല രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് പരിചിതമായ പല വാക്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാകും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം. അതെന്താണ്? അത് മറിയയുടെയും മാർത്തയുടെയും സഹോദരൻ ലാസർ. ആകെ അവർക്കൊരു സഹോദരനെ ഉണ്ടായിരുന്നുള്ളൂ. 2 സഹോദരിമാർക്കും ഒരു സഹോദരൻ ലാസർ. അവൻ മരിച്ചപ്പോ കർത്താവ് മരിച്ചപ്പോ ദീനമായി കിടന്നപ്പോ ചെല്ലാൻ പറ്റിയില്ല, മരിച്ച സമയത്ത് ചെല്ലാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് മരിച്ച് അടക്കി 4 നാൾ കഴിഞ്ഞാണ് ചെല്ലുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ഒരു ഭാഗം കാണുന്നത് ലൂക്കോസ് 11-ന്റെ 33-ാമത്തെ വാക്യം. മറിയ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. പക്ഷെ നീ ഇവിടെ ഇല്ലായിരുന്നല്ലോ, മരിച്ചും പോയി എന്ന് ഉള്ള നിലയിൽ അവൾ സംസാരിച്ചപ്പോ അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും കണ്ടിട്ട് യേശു ഉള്ളം നൊന്ത് കലങ്ങി. കണ്ടോ, വലിയവനായ ദൈവം, അവിടുന്ന് മനുഷ്യനായി വന്ന കർത്താവ് ഇവരുടെ സങ്കടം കണ്ടിട്ട് ആ സങ്കടം കണ്ട് കലങ്ങി. നേരത്തെ നമ്മൾ നൈല്യ വിധവയുടെ കാര്യത്തില് മനസ്സലിഞ്ഞു എന്നാണെങ്കിൽ, ഇവിടെ ഇതാ യേശു അത് കഴിഞ്ഞ് ഒരു പടിയൂടെ മുന്നോട്ട് വന്ന് കർത്താവ് തന്നെ ഉള്ളം നൊന്ത് കലങ്ങി. എന്നിട്ട് അതിന്റെ 35-ാം വാക്യത്തിലാണ് നമ്മൾ ആ വാക്യം കാണുന്നത്. യേശു കണ്ണുനീർ വാർത്തു. അപ്പൊ ഇവിടെ കണ്ടോ, ഈ സഹോദരിമാരുടെ സങ്കടങ്ങളോട് ചേർന്ന് നിൽക്കുക മാത്രമല്ല, കർത്താവ് തന്നെ അതിലെ കരയുകയും ചെയ്യും. നൈല്യ വിധവയെ സംബന്ധിച്ചിടത്തോളം അവളെ കണ്ടിട്ട്, അവളുടെ കരച്ചിൽ കണ്ടിട്ട് മനസ്സലിഞ്ഞു. ഇവിടെ ഇതാ മനസ്സലിയ മാത്രമല്ല, കർത്താവ് തന്നെ കരയുകയും ചെയ്യും. കർത്താവ് വാസ്തവത്തിൽ എന്തിനാ കരയുന്നത്? നമ്മള് അതിനെ നമ്മുടെ യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ കരയേണ്ട ഒരു കാര്യവുമില്ല. കാര്യം അവിടുന്ന് മരണത്തെ ജയിച്ചവനാണ്. അവിടുന്ന് എന്ത് ചെയ്യും? അല്പം കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരനെ, മരിച്ച് 4 നാളായ ഈ ചെറുപ്പക്കാരനെ ഉയർപ്പിക്കും. ദൈവം എന്നുള്ള നിലയിൽ അവിടത്തേക്ക് അത് അറിയാം. താൻ ഉയർപ്പിക്കാൻ പോവുകയാണ്. ഈ കരച്ചിലും കണ്ണുനീരും എല്ലാം വലിയ സന്തോഷമാകാൻ പോവുകയാണ്. ഇതറിയാമായിട്ട് പോലും ഈ സ്ത്രീകളുടെയും കൂടെ വന്ന ആളുകളുടെയും ആ മാനസിക അവസ്ഥ ഉൾക്കൊണ്ടപ്പോ യേശുവിനെ കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. കണ്ടോ, യേശു ഉയർപ്പിക്കുന്നതിന് മുമ്പ് ഇവരുടെ സങ്കടങ്ങളോട് ചേർന്ന് അവരോടൊപ്പം കരയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഞാന് ഇതുപോലെ നമ്മൾ നോക്കിയാല് പലയിടങ്ങളില് ആളുകളുടെ വിഷമങ്ങളോട് കർത്താവ് താതാത്മ്യപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെയാണ് അത് കണ്ടിട്ട് അവരോടൊപ്പം യേശു തന്നെ കരഞ്ഞു എന്ന് പറയുമ്പോൾ, താൻ തന്റെ മനുഷ്യത്വത്തില് എന്താ നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആ മാനുഷികമായ വികാരങ്ങളെല്ലാം ഉള്ള ഒരാളായിരുന്നു. സാധാരണ ചില ആളുകള് ചില ഉദ്ദേശത്തോടെ ഈ ലോകത്തിൽ വന്നു. അവർക്കൊരു ലക്ഷ്യമുണ്ട്. അവര് ചില കാര്യങ്ങൾ നേടാനായിട്ടാണ് വന്നത്. അപ്പൊ അവരുടെ ലക്ഷ്യമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പ്രധാനപ്പെട്ട കാര്യം ഉള്ളത് കൊണ്ട് അവര് പലപ്പോഴും മനുഷ്യരുടെ സെന്റിമെന്റ്സിന്റെ മുമ്പാകെ, അവരുടെ ദുഃഖങ്ങളുടെ ഒക്കെ മുമ്പാകെ അവരതൊന്നും അവരെ ബാധിക്കാതെ വണ്ണം അവരവരുടെ ലക്ഷ്യത്തിൽ ഊന്നി വളരെ ശക്തരായ ആളുകളായിട്ട് കരയോ അല്ലെങ്കിൽ സെന്റിമെന്റലായ ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുകയോ ഒന്നും ചെയ്യാതെ പോകുന്ന ഒരു രീതിയാണ് ഉള്ളത്. കർത്താവ് ഈ ഭൂമിയിൽ വന്നത് വലിയൊരു പ്രവൃത്തിക്ക് വേണ്ടിയാണ്. ലോകത്തെ മുഴുവൻ
പാപത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന വലിയ പ്രവൃത്തിക്ക് വേണ്ടിയാണ് പാപത്തിന് പരിഹാരം ഉണ്ടാക്കുക, അങ്ങനെ പാപത്തിന് പരിഹാരം വരുത്തുക എന്നൊരു വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് കർത്താവ് ഭൂമിയിൽ വന്നത്. എന്നാൽ അങ്ങനെ വന്നിട്ടും ആ ലക്ഷ്യത്താൽ പിടിക്കപ്പെട്ട് ആളുകളുടെ സങ്കടങ്ങളും മൗന ദുഃഖങ്ങളും കാണാതെ പോകുന്ന ഒരാളായിരുന്നില്ല. ആളുകളുടെ സങ്കടങ്ങളോടൊപ്പം നിൽക്കുകയും ആ താൻ തന്നെ ഈ സങ്കടത്തിന് കാരണമായ മരണത്തിൽ നിന്ന് ഈ ലാസറിനെ ഉയർപ്പിക്കുമെന്ന് അറിഞ്ഞിട്ടും സഹോദരിമാരുടെ സങ്കടത്തോട് ചേർന്ന് നിന്ന് സ്വയം കരയുകയും ഒക്കെ ചെയ്യുന്ന, അങ്ങനെ സെന്റിമെന്റലായ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള, അത് പ്രകടിപ്പിക്കാൻ മടിയില്ലാത്ത ഒരാളായിരുന്നു കർത്താവായ യേശുക്രിസ്തു എന്നാണ് നമ്മൾ കാണുന്നത്. മറ്റൊരു രംഗം നമ്മളിപ്പോ പറഞ്ഞത് പലതും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട. നയിനിലെ വിധവയുടെ കാര്യത്തില് കർത്താവ് കരഞ്ഞില്ല, അത് കണ്ട് മനസ്സലിഞ്ഞു, ചോദിക്കാതെ തന്നെ അതിന് പ്രതിവിധി വരുത്തി. ഇവിടെയും മനസ്സലിയ മാത്രമല്ല, കർത്താവ് അവരോടൊപ്പം കരയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പടിയൂടെ കടന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ചാണ് കാണുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് 20-ാമത്തെ അധ്യായം നമുക്കറിയാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ കർത്താവിനെ ക്രൂശിച്ചു, അവിടെ അടക്കം ചെയ്തു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അന്ന് മഗ്ദലക്കാരത്തി മറിയ ഇതാ രാവിലെ ഇരുട്ടുള്ളപ്പോ തന്നെ ആ കല്ലറയ്ക്കലെത്തി. അവൾ അവിടെ കല്ലറയ്ക്കൽ ചെന്നപ്പോ കർത്താവ് ഉയർത്തത് കണ്ടു. അവൾക്കത് വേണ്ടതുപോലെ മനസ്സിലായില്ല. കല്ലറയുടെ വാതുക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്ന കണ്ട് അവൾ ഓടിച്ചെന്ന് ശിമോൻ പത്രോസിനോടും യോഹന്നാനോടും ഈ കാര്യം പറഞ്ഞു. കർത്താവിനെ കല്ലറയിൽ നിന്ന് ആരോ എടുത്തോണ്ട് പോയെന്നാണ് അവൾ ധരിച്ചത്. ഉടനെ തന്നെ ആ ശിഷ്യന്മാർ ഓടി വന്നു, അവരകത്ത് കടന്നു. യേശു ഉയർത്തു എന്നുള്ളത് അവര് അകത്ത് കടന്ന് ചെന്ന് വിശ്വസിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അതുവരെ അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ആ റൂമാലുകൾ ചുരുട്ടി വെച്ചേക്കുന്നതും ഒക്കെ കണ്ടു. കർത്താവ് അവിടെ ഇല്ല, കർത്താവ് ആ നിലയിൽ ഉയർത്തു പോയി എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി. അവര് ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ തയ്യാറില്ലാതെ മറിയ പിന്നെയും എന്ത് ചെയ്തു? കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. ഉടനെ യേശു അവളുടെ അടുത്ത് ചെല്ലുന്നു. അവൾക്ക് യേശു ആണെന്ന് മനസ്സിലായില്ല. അവളോട് സംസാരിക്കുന്നു, അവളെ ആശ്വസിപ്പിക്കുന്നു. ഇതെല്ലാം കർത്താവ് ചെയ്യുന്നു. കണ്ടോ? അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാമത്തെ വാക്യം നോക്കുക. 15-ാമത്തെ വാക്യത്തില് കർത്താവ് അവളോട് പറയുകയാണ് 16-ാമത്തെ വാക്യം, മറിയേ എന്ന് വിളിച്ചു. അവള് തിരിഞ്ഞു ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തൊടരുത്, ഞാൻ ഇതേവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. കണ്ടോ? ഇവിടെ ഉയർത്തെഴുന്നേറ്റ യേശുവാണിത്. നേരത്തെ നയിനിലെ വിധവയുടെ കാര്യത്തിലായാലും ശരി, ലാസറിന്റെ കല്ലറയ്ക്കല് മറിയയും മാർത്തയെ ആശ്വസിപ്പിക്കുമ്പോഴാണെങ്കിലും ശരി, അവിടെയൊക്കെ കർത്താവ് ഈ മനുഷ്യ ജീവിതത്തിൽ തന്നെ ആയിരിക്കുമ്പോഴാണ് കരഞ്ഞതും ആശ്വസിപ്പിച്ചതും ഒക്കെ. പക്ഷെ ഇവിടെ മഗ്ദലക്കാരി മറിയെ ആശ്വസിപ്പിച്ച കർത്താവ് ആരാണ്? കർത്താവ് ഈ മനുഷ്യത്വത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. അവിടുന്ന് ദൈവമായിരുന്നു, അവിടുന്ന് മനുഷ്യനായി തീർന്നു, എന്നിട്ട് താനെ വീണ്ടും ആ സ്വർഗത്തിലേക്ക് തന്നെ കരേറിപ്പോയതും ഒക്കെയാണ് നമുക്കറിയാം. നമുക്ക് ആ ചരിത്രം അറിയാം. അങ്ങനെയുള്ള കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവിനും എന്ത് ചെയ്തു? കർത്താവ് അതേ മനോഭാവം തൻ്റെ ജീവിതത്തിൽ ആളുകളുടെ വിഷമങ്ങളോട് പുലർത്തിയ അതേ മനോഭാവം തന്നെ കർത്താവ് ഇവിടെയും പുലർത്തുന്നു എന്ന കാര്യം പറയാനാണ് ഞാൻ ഈ ഭാഗം യോഹന്നാൻ 20 വായിച്ചത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും കർത്താവ് ഭൂമിയിലായിരുന്നപ്പോ കർത്താവ് സ്ത്രീയുടെ സങ്കടം കണ്ട് മനസ്സലിഞ്ഞു, അല്ലെങ്കിൽ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ സ്ത്രീകളുടെ സങ്കടങ്ങളും കരച്ചിലും കണ്ട് അവരോടൊപ്പം കരഞ്ഞു. എന്നാൽ കർത്താവ് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് പോയി. കർത്താവ് സ്വർഗത്തിലാണ്, അവിടുന്ന് ദൈവമായിട്ട് അവിടെ ആയിരിക്കുന്നു. അവിടത്തേക്ക് ഈ മനുഷ്യന്റെ വികാരങ്ങളൊന്നും മനസ്സിലാവുകയില്ല, അല്ലെങ്കിൽ അതിനോട് സമ്മതിക്കുകയില്ല എന്ന് കരുതല്ലേ. ഉയർത്തെഴുന്നേറ്റ കർത്താവ്
കർത്താവിന് മാറ്റം വന്നിട്ടില്ല. അവിടുന്ന് തന്റെ മനുഷ്യത്വത്തെ ദൈവത്വത്തിലേക്ക് കൊണ്ടുപോയി എന്ന് നമുക്കറിയാം. തന്റെ മനുഷ്യത്വത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുകയില്ല. ആ മനുഷ്യത്വത്തെ അതിന്റെ നന്മകൾ മാത്രമേ, മനുഷ്യത്വത്തിന്റെ നന്മകൾ മാത്രമേ കർത്താവിൽ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാതെ പാപം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ മനുഷ്യത്വത്തെ കൂടെ ദൈവത്വത്തിലേക്ക് ഉയർത്തി കൊണ്ടുപോയ കർത്താവ് ഇവിടെ നോക്കുക, ആ മനുഷ്യത്വത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്ത്രീ നിന്ന് കരയുന്ന കണ്ടിട്ട് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ചെല്ലുന്നു. അതും എപ്പോ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തില്ല, പിതാവിന്റെ അടുത്ത് ചെല്ലേണ്ടതായിട്ടുണ്ട്. അതിന് പോകുന്നതിന് മുമ്പ്, പോകുന്ന വഴിയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം, പോകുന്ന വഴിയിൽ ഇതാ ഒരു സ്ത്രീ, മഗ്ദലക്കാരി മറിയ, അവള് നിന്ന് കരയുന്നു. ആ സ്ത്രീയുടെ സങ്കടം കണ്ടോണ്ട് താൻ ഒരു അത്യാവശ്യത്തിന് പോവുകയാണെങ്കിലും അത് മാറ്റി വെച്ചിട്ട് വന്ന് ഇവളെ ആശ്വസിപ്പിക്കുന്നത് പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് അവിടെ പറയുന്നു, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറി പോയിട്ടില്ല. അപ്പോ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ അടുക്കിലേക്ക് കയറി പോകുന്ന ആ പ്രക്രിയ മുഴുവൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇതാ ആ പോകുന്ന പോക്കിൽ ഒരുപക്ഷെ ഈ സ്ത്രീയുടെ സങ്കടവും കരച്ചിലും കണ്ട് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് കർത്താവ് വരുന്നു. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഒന്ന്, ഉയർത്തെഴുന്നേറ്റ കർത്താവിന് മാറ്റം വന്നിട്ടില്ല. അവിടുന്ന് ഭൂമിയിലായിരുന്ന അതേപോലെ തന്നെ ആളുകളുടെ സങ്കടങ്ങളോട് ചേർന്ന് നിൽക്കുന്നവനാണ് അവിടുന്ന് ഇപ്പോഴും. അതുപോലെ തന്നെ ദൈവികമായ ആ സ്വർഗാരോഹണം എന്നുള്ള ആ കാര്യം അല്പനേരത്തേക്ക് മാറ്റിവെച്ചാണെങ്കിലും ഒരു സ്ത്രീയെ ആശ്വസിപ്പിക്കുന്നത് പ്രധാന കാര്യമാണെന്ന് കണക്കാക്കുന്ന പ്രയോറിറ്റിയില് മനുഷ്യന് മുൻഗണനയുള്ള ആ മനോഭാവം കർത്താവ് സൂക്ഷിക്കുന്നു എന്നും നമുക്ക് അവിടെ നിന്ന് കാണാം. ഇതിന് വല്ലതും അർഹതയുള്ളവളാണോ ആ സ്ത്രീയെ? അല്ല, നമുക്കറിയാം. ഒന്നാമത് അവൾ ഒരു സ്ത്രീയാണ്. യഹൂദ സമൂഹത്തിലെ സ്ത്രീക്ക് പുരുഷന്റെ അത്രയും സ്ഥാനമില്ല. അവരെ ഒരു രണ്ടാം തരം പൗരരായിട്ടോ ഒക്കെയാണ് കാണുന്നത്. എന്ന് മാത്രമല്ല, ഈ സ്ത്രീ എന്താണ്? അവള് വളരെ മഗ്ദലക്കാരി മറിയയാണ്, പതിതയായ ഒരു സ്ത്രീയാണ്, സമൂഹത്തിൽ ഒരു മാന്യതയും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീ, പക്ഷെ അവള് സ്നേഹം കൊണ്ട്, കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് കരയുന്നത് കണ്ടപ്പോൾ കർത്താവ് പിതാവിന്റെ അടുക്കൽ കരേറി പോകുന്നത് പോലും മാറ്റിവെച്ച് അവളെ ആശ്വസിപ്പിക്കാനായിട്ട് ചെല്ലുന്നു എന്ന കാര്യമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പൊ നമ്മൾ വളരെ വേഗത്തില് ഈ കാര്യങ്ങൾ പറഞ്ഞു പോയാൽ എന്താ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മൾ പറയുന്നത് കർത്താവ് ആ നിലയില് മനുഷ്യന്റെ സങ്കടങ്ങളോട് ചേർന്ന് നിൽക്കാൻ മടിയില്ലായിരുന്നു. നമുക്കൊരു സുവിശേഷ പ്രതി നമ്മൾ എഴുതിയിട്ടുണ്ട്, എനിക്ക് ആരുമില്ല എന്നൊരു സുവിശേഷ പ്രതി. അതായത് കരച്ചിലിനൊക്കെ പിന്നിലുള്ള മനോഭാവം എന്താ? എനിക്ക് ആരുമില്ല, എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല. നയിലെ വിധവയ്ക്ക് ആരുമില്ലായിരുന്നു, മാർത്തയ്ക്കും മറിയയ്ക്കും സഹോദരൻ കടന്നുപോയപ്പോൾ ആരുമില്ലായിരുന്നു. ഈ സ്ത്രീക്ക് തന്നെ സ്നേഹിച്ച കർത്താവ് ഇല്ലാതായപ്പോ ആരുമില്ലാതായി. എനിക്കാരുമില്ല. നമുക്കൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു മനോഭാവം വരാം. കർത്താവിനോട് ഒരിക്കല് ഒരാളങ്ങനെ പറഞ്ഞു. നമ്മൾ നോക്കുക, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, 5-ാം അധ്യായത്തിലേക്ക് ബേത്സയിദ കുളക്കരയില് 38 ആണ്ട് സുഖമില്ലാതെ കിടന്ന, രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവനെ ആ ബേത്സയിദ കുളത്തിന്റെ കരയിൽ വെച്ച് കർത്താവ് സൗഖ്യമാക്കുന്ന കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 2 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണുന്നത്. പക്ഷെ അതിന്റെ 7-ാമത്തെ വാക്യം, കർത്താവ് ഈ 38 ആണ്ട് കിടക്കയിൽ കിടന്ന ഇവനോട് നിനക്ക് മനസ്സുണ്ടോ, സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ചോദിക്കുമ്പോൾ, രോഗി അവനോട്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു, അതുകൊണ്ട് എനിക്ക് സൗഖ്യം ഇത്രയും നാളായിട്ട് കിട്ടിയില്ല എന്നെല്ലാം പറയും. അതിൻ്റെ അകത്ത് കണ്ടോ, 7-ാമത്തെ വാക്യത്തിൽ എനിക്ക് ആരുമില്ല, എനിക്ക് ആരുമില്ല. പലപ്പോഴും കരച്ചിലിന്റെ പിന്നില് ഉള്ള ഒരു മനോഭാവം, നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ഈ 30 ആണ്ട് രോഗം പിടിച്ചു കിടന്നവനെ സഹായിക്കാൻ കർത്താവ് ചെന്നു, അവനെ സഹായിച്ചു, സൗഖ്യമാക്കി. നമുക്ക് ആ ഭാഗം അറിയാം. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, ഇന്നും കർത്താവിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. നമുക്കറിയാവുന്ന വചനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ന്റെ 8-ാമത്തെ വചനം. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും
സെയിം ആണ്, മാറ്റമില്ലാത്തവനാണ്, അനന്യനാണ്. അവിടുത്തെ മനോഭാവത്തിന് മാറ്റമില്ല. അവിടുന്ന് ഭൂമിയിലായിരുന്നപ്പോൾ ആളുകളോട് എങ്ങനെ പ്രതികരിച്ചോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും. അവിടുന്ന് മനുഷ്യത്വത്തിൽ അവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷവും അവിടുത്തെ ആ സ്വഭാവത്തിന് മാറ്റം വന്നില്ല എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20 മഗ്ദലക്കാരത്തി മറിയോടുള്ള ആ പെരുമാറ്റത്തോട് ചേർന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഇന്നും സ്വർഗത്തിലായിരിക്കുന്ന കർത്താവിന് ഇന്നും അതേ കർത്താവ് തന്നെയാണ്, സെയിം ആണ്, മാറ്റമില്ല. അവന്റെ സ്വഭാവം ത്യജിപ്പാൻ അവൻ എന്തല്ല, ആ ആ നിലയിലെ മനുഷ്യനല്ല. കർത്താവ് ഇന്ന് സ്വർഗത്തിലായിരിക്കുന്നു. എന്നാലും സഹോദര സഹോദരി, നിന്റെ കരച്ചില്, നിന്റെ മൗന ദുഃഖം, നിന്റെ വിഷമം, നിന്റെ ഹൃദയത്തിന്റെ തേങ്ങല്, അത് തിരിച്ചറിയുന്ന ഒരാളുണ്ട്. അത് തിരിച്ചറിയാൻ ഈ ലോകത്ത് എനിക്ക് ആരും ഇല്ലെന്നാണോ നിന്റെ കരച്ചില്? കൂടെ താമസിക്കുന്ന ആളുകള്, സ്വന്തം ജീവിത പങ്കാളിക്ക് ചിലപ്പം മനസ്സിലായെന്ന് വരികയില്ല, താൻ വളർത്തിക്കൊണ്ടുവന്ന കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായെന്ന് വരികയില്ല. പക്ഷേ സഹോദര സഹോദരി, എന്റെയും നിന്റെയും ഹൃദയത്തിലെ വേദനകളും തേങ്ങലും കരച്ചിലും ആരും കാണാതെ നമ്മൾ അടക്കി വെക്കുന്ന കണ്ണുനീരും ഒക്കെ മനസ്സിലാകുന്ന ഒരാളുണ്ട്. അതാണ് നമ്മുടെ കർത്താവ്. അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നോക്കുക, ഇവിടെ കർത്താവ് ഈ ലോകത്ത് പലരെ ദൈവങ്ങളായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഈ നിലയില് മനുഷ്യന്റെ വിഷമങ്ങളോട് സംവദിക്കുന്ന ഈ നിലയില് മറ്റാരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇതാ കർത്താവ് സമൂഹത്തിലെ പേരുള്ള ആളുകളെ സഹായിക്കാനല്ല പോയത്. ആരും അംഗീകരിക്കാത്ത വിധവ, ആരുമില്ലാത്തവർ, അല്ലെങ്കിൽ സമൂഹത്തിലെ മോശപ്പെട്ടവര് എന്ന് സമൂഹ മുദ്ര കുത്തിയവര്, ഇവരെയൊക്കെ അവരുടെ വിഷമങ്ങൾ കണ്ട് അവരോടൊപ്പം നിൽക്കുകയും അവരോടൊപ്പം കരയുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്ത കർത്താവ് ആ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അങ്ങനെ ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലരും ചിലപ്പോൾ വ്യത്യസ്തമായ പശ്ചാത്തലത്തിലൊക്കെ ഉള്ളവരാണ്. നിങ്ങൾ ചില രംഗങ്ങളിൽ കരഞ്ഞപ്പോ ഇതാരും കാണുന്നില്ല എന്ന് കരുതി. പക്ഷെ കർത്താവ് നിങ്ങളെ കണ്ടു, മനസ്സലിഞ്ഞു, അടുത്തു വന്നു. അതുകൊണ്ടാവാം ഈ സത്യം അറിയാനും അംഗീകരിക്കാനും നിങ്ങളെ ആ നിലയില് അവസരം ദൈവം ഒരുക്കിയത്. നിങ്ങളുടെ കണ്ണുനീര് കണ്ടിട്ടായിരിക്കും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി മറ്റൊരു സഹോദരിയെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ച് സുവിശേഷം പറഞ്ഞതും ആ സഹോദരിയുടെ കൂടെ നിങ്ങളെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതും ഒക്കെ കണ്ടോ. അപ്പോ എനിക്കാരുമില്ല, എന്റെ വിഷമം ആരും മനസ്സിലാക്കുന്നില്ല എന്ന് വിചാരിച്ച് നീ കരഞ്ഞപ്പോ അത് സ്വർഗത്തിലിരുന്ന് കർത്താവ് കണ്ടു. ആ കർത്താവ് കാര്യങ്ങൾക്ക് പ്രതിവിധിയായിട്ട് ഇങ്ങനെ ഒരു കർത്താവിനെ നിനക്ക് പരിചയപ്പെടുത്തി തരാൻ ഒരാളെ നിന്റെ അടുത്തേക്ക് അയച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സഭയിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നു എന്ന് കരുതരുതോ. അപ്പൊ കർത്താവ് നയീനിലെ വിധവയോട് മാത്രമല്ല, അല്ലെങ്കിൽ മാർത്തയോട് മറിയോട് മാത്രമല്ല, അല്ലെങ്കിൽ മഗ്ദലക്കാരത്തി മറിയോട് മാത്രമല്ല, അല്ലെങ്കിൽ ബെഥെസ്ദ കുളക്കരയില് വന്ന ആ 38 വർഷം പക്ഷവാതം പിടിച്ചു കിടന്ന ആളിനോട് മാത്രമല്ല, അങ്ങനെയുള്ള ആളുകളോട് മാത്രമല്ല, ഇന്നും നമ്മളോട് കർത്താവ് കരുണയുള്ളവനാണ്, നമ്മളെ സഹായിക്കുന്നവനാണ്. ആ കർത്താവിനെ നമുക്ക് എന്താ ചെയ്യാൻ ഒക്കുന്നത്? ആ കർത്താവിനെ വിശ്വസിക്കുകയും കർത്താവിനെ സ്നേഹിക്കുകയുമാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് അതിനൊരു പ്രതിഫലമായിട്ട്, അല്ലെങ്കിൽ അതിനൊരു പ്രത്യുപകാരമായിട്ട്, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു സ്വാഭാവികമായ ഒരു പ്രതികരണമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം പ്രാരംഭവാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വിശ്വസിപ്പി. ഈ കർത്താവിൽ വിശ്വസിക്കുക. കർത്താവിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. കർത്താവ് അന്നും ഇന്നും ഒരുപോലാണ്. ആ കർത്താവിൽ വിശ്വസിക്കുക. ആ കർത്താവിനെ എന്ത് ചെയ്യുക? നമ്മളോട് ഇത്രയും കരുണയും സ്നേഹവും കാണിക്കുന്ന ഈ കർത്താവിനോട് നമ്മൾ എന്താ ചെയ്യാൻ കഴിയുന്നത്? കർത്താവിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണോ കർത്താവ് ആഗ്രഹിക്കുന്നത്? കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ സ്നേഹമാണ്. നമുക്കറിയാം, മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ
നമ്മൾ എന്ത് വേണം? ഈ കർത്താവിനെ, നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കുന്ന ഈ കർത്താവിനെ നമ്മൾ എന്ത് വേണം? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ സ്നേഹിക്കണം. ഇതാണ് കർത്താവ് ഒന്നാമത് ആഗ്രഹിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. മർക്കോസ് 12 ഇതേ കാര്യം നമ്മൾ കാണുന്നുണ്ട്, സുവിശേഷങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനവും വലുതുമായ കൽപ്പന എന്താ? നിങ്ങൾ എന്നെ സ്നേഹിക്കണം, സ്നേഹിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ലേ? ആരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്? ഒന്നാമത് നമ്മളെ സ്നേഹിച്ച കർത്താവിനെ. ഓക്കെ, അതാണ് ബൈബിളും പറയുന്നത്. നമ്മിൽ നിന്ന് തന്നെ നമുക്കൊരു സ്നേഹം ഉരുത്തിരിച്ചു കൊണ്ടുവരാനൊക്കുകയില്ല. മറിച്ച് നമ്മളെ ഈ നിലയിൽ സ്നേഹിച്ച കർത്താവിന്റെ സ്നേഹത്തെ നമ്മൾ കാണുമ്പോ അപ്പോഴ് നമുക്ക് ഈ കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വരും. നമ്മളിപ്പം മത്തായി എഴുതിയ സുവിശേഷം 22:37 വാക്യം പറഞ്ഞു. നിങ്ങൾ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല, നമ്മൾ സമയമുള്ളപ്പോഴേ വായിച്ചു നോക്കുക. അവിടെയൊക്കെ കർത്താവ് ആവശ്യപ്പെടുന്നത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണമെന്നാണ്. നമുക്കൊരു പക്ഷേ നമ്മൾ നോക്കുക, അയ്യോ കർത്താവ് എന്നെ ഇത്രത്തോളം സ്നേഹിച്ചു, എനിക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു, ആ കർത്താവിനെ എനിക്ക് സ്നേഹിക്കണം. പക്ഷെ കർത്താവിനെ എനിക്ക് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, അങ്ങനെ ഒരു ടോട്ടൽ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ലെങ്കിൽ എന്നെ മുഴു വ്യക്തിത്വവും നൽകി കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടെങ്കിൽ, കർത്താവ് ആവശ്യപ്പെടുന്ന സ്നേഹം പൂർണ്ണമായിട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ, അപ്പോഴും കർത്താവിനോട് തന്നെ പറയാം, കർത്താവ് എന്റെ സ്നേഹം വർദ്ധിപ്പിച്ചു തരണേ എന്ന് പറയുക. അതുപോലെ കർത്താവിന്റെ സ്നേഹത്തെ ധ്യാനിക്കുക. കർത്താവ് നമ്മളെ എങ്ങനെ സ്നേഹിച്ചു എന്നുള്ളത് നമ്മൾ ധ്യാനിക്കുക. അപ്പോ നമ്മുടെ സ്നേഹം വർദ്ധിക്കും. യോഹന്നാനാണ് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് പറയുന്ന യോഹന്നാനാണ് ഈ മാർഗം പറഞ്ഞു തന്നിട്ടുള്ളത്. 1 യോഹന്നാൻ 4-ാം അധ്യായം നോക്കുക, അവിടെ നമ്മൾ ഈ കാര്യം കാണുന്നുണ്ട്. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. ആദ്യം ആരാ സ്നേഹിച്ചത്? കർത്താവാ നമ്മളെ സ്നേഹിച്ചത്. അതിനെ തുടർന്ന് അതിനോടുള്ള ഒരു പ്രതിസ്പന്ദനമായിട്ടാണ്, അതിനോടുള്ള ഒരു പ്രതികരണമായിട്ടാണ് നമ്മുടെ സ്നേഹം വരുന്നത്. അപ്പോ ഇവിടെ കണ്ടോ, 10-ാമത്തെ വാക്യത്തിൽ നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു. അതുപോലെ 19-ാമത്തെ വാക്യം 4:19, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. കണ്ടോ ഈ കൊച്ചുവാക്യം 4:19, അത് നമ്മൾ ചിന്തിച്ച ആ കാര്യം പറയുന്നു. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. അപ്പോ അതുകൊണ്ടാണ് നമുക്ക് അവനെ സ്നേഹിക്കാൻ പറ്റുന്നത്. അപ്പോ കർത്താവ് നമ്മെ സ്നേഹിച്ച വിധങ്ങളെ നമ്മൾ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ആ സ്നേഹത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നമുക്ക് അവനോടുള്ള സ്നേഹം വർദ്ധിച്ചു വരും. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ഒക്കെയുള്ള ആ നിലയിൽ ഒരു പൂർണ്ണതയിലേക്ക് സ്നേഹത്തെ കൊണ്ടുവരാൻ നമ്മളല്ല, അവനാണ് ആദ്യം സ്നേഹിച്ചത്. അവൻ നമ്മെ സ്നേഹിച്ചു. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നമുക്ക് സ്നേഹിക്കാൻ ഒക്കുന്നത് എന്ന് പറയുമ്പോൾ, നമ്മൾ കർത്താവ് നമ്മളെ സ്നേഹിച്ച വ്യക്തിപരമായിട്ട് നമുക്ക് എന്ത് അർഹതയുണ്ടായിരുന്നു? നമുക്കൊരു അർഹതയും ഇല്ലായിരുന്നു. എന്നിട്ടും ലോകത്തിന്റെ കണ്ണിൽ നമ്മൾ ഒരു മാന്യതയുള്ളവരായിരുന്നില്ല. ഒരു കണ്ണിന് ദയ തോന്നാതെ വെളിമ്പറമ്പിൽ എറിയപ്പെട്ട എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ആ നിലയിലുള്ള ആളുകളായിരുന്നു. എന്നിട്ട് കർത്താവ് നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തെ ധ്യാനിക്കുമ്പോൾ എന്ത് വരും? സ്നേഹം വർദ്ധിച്ചു വരും. കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം, ആ കാര്യം അവിടെ ഈ കാര്യം വ്യത്യസ്തമായ നിലയിൽ പറയുന്നുണ്ട്. 42-ാമത്തെ സങ്കീർത്തനമാണ്. 42-ാം സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം. അവിടെ നമ്മൾ കാണുന്നത്, ആഴി ആഴിയെ വിളിക്കുന്നു. ആഴി എന്ന് വെച്ചാൽ സമുദ്രം, അല്ലെങ്കിൽ ഡീപ്പ്, ഡെപ്ത് കോളത്ത് ഡെപ്ത് എന്നാണ് അവിടെ ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത്. അതായത് ആഴത്തെ വിളിക്കുന്നു. ഒരു ആഴം മറ്റൊരാഴത്തെ വിളിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ പറയാം, നമ്മോടുള്ള കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം കർത്താവിനോട്
നമ്മൾ കാണിക്കേണ്ട സ്നേഹത്തിന്റെ ആഴത്തെ വർദ്ധിപ്പിക്കുന്നു. ആഴത്തെ വിളിക്കുന്നു. ആഴത്തെ വിളിക്കുന്നു. 42 സങ്കീർത്തനം 7 വാക്യം. ഇവിടെ 1 യോഹന്നാൻ 4:19 അത് തന്നെയാണ് പറയുന്നത്. എന്താ പറയുന്നത്? എന്താ നമ്മൾ വായിച്ചല്ലോ, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു. ആഴം, അവന്റെ സ്നേഹത്തിന്റെ ആഴം അത് നമ്മളെ, അതുകൊണ്ട് ആ ആഴം നമ്മൾ കാണുമ്പോ ആ ആഴം നമ്മളോട് പറയുന്നു, നിങ്ങളും അവനെ ആഴത്തിൽ സ്നേഹിക്കുക. ഡീപ് കോളത്ത് ഡീപ്. ഓ, ആഴത്തെ സ്നേഹിക്കുക. ആഴിയെ വിളിക്കുന്നു, ആഴിയെ വിളിക്കുന്നു എന്നാണല്ലോ നമ്മൾ 42 സങ്കീർത്തനത്തിൽ വായിച്ചത്. അപ്പൊ ഈ സ്നേഹം നമ്മുടെ സ്നേഹത്തെ വിളിച്ചുണർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സ്നേഹത്തെ ധ്യാനിക്കുക. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഈ സ്നേഹം വർദ്ധിപ്പിക്കാനായിട്ട് മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 7 42-43 വാക്യങ്ങളില് കർത്താവ് പറഞ്ഞ ഒരു ഉപമയിലാണ്. അവിടെ എന്താ? അവിടെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ഉപമ. സ്നേഹിക്കുന്നതിന് 7-42-43 വാക്യങ്ങൾ. അവിടെ കണ്ടോ, ഒരാൾക്ക് 500 വെള്ളിക്കാശ് ഒരാളെ കൊടുക്കാനുണ്ടായിരുന്നു, മറ്റൊരാൾ 50 വെള്ളിക്കാശ് കൊടുക്കാനുണ്ടായിരുന്നു. അവർക്ക് രണ്ടുപേർക്കും വീട്ടുവാൻ വകയില്ലായകയാൽ ആ കടം കൊടുത്തയാൾ എന്ത് ചെയ്തു? രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾ തരണ്ട, നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഇളച്ചു കിട്ടിയവരിൽ ആരാണ് ഈ ഇളച്ചു തന്ന ആളിനെ അധികം സ്നേഹിക്കുന്നത് എന്ന് ചോദിക്കുന്നു. 43 വാക്യം, അധികം ഇളച്ചു കിട്ടിയവൻ ആണ് അധികം സ്നേഹിക്കുന്നത് എന്നവിടെ പറയും. കണ്ടോ? അവിടെ കണ്ടോ? അവിടെയും ഒരു സ്ത്രീയെ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുന്നു. ആ ശീമോൻ, ആ കർത്താവിനെ ആ വീട്ടിൽ വിളിച്ച ആ പരീശന്മാരിൽ ഒരുത്തനായ ശീമോൻ കർത്താവിനെ കുറച്ചേ സ്നേഹിച്ചുള്ളൂ. ആ ഒരു കോണ്ടസ്റ്റിലാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കുക. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പ്രമാണമാണ് പറയുന്നത്, സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു പ്രമാണം. ആ പ്രമാണം എന്താ? കർത്താവ് എനിക്ക് അധികം ഇളച്ചു തന്നു എന്ന് കാണുക. എനിക്ക് എൻ്റെ പാപങ്ങൾ വളരെ വലുതായിരുന്നു, 500 വെള്ളിക്കാശ് പോലെ വലുതായിരുന്നു. അത്രയും കർത്താവ് എന്നോട് ക്ഷമിച്ചു തന്നു. എന്നോട് കാട്ടിയ ക്ഷമ വളരെ വലുതാണ്, അത്രയും ഇളച്ചു തന്നു എന്ന് കാണുമ്പോ അധികം സ്നേഹിക്കും. കാരണം അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. ഇതൊരു പ്രമാണമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ സ്നേഹം വർദ്ധിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് എന്താ? നമുക്ക് കർത്താവ് ചെയ്ത, നമ്മളോട് കാണിച്ച സ്നേഹത്തെ ധ്യാനിക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ദൈവമുമ്പാകെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ വന്ന തെറ്റുകൾ, അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞ ശേഷം ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ, അതിനെ വലുതായിട്ട് കാണുക. അത് വലിയ കടമായിട്ട് കാണുക. 500 വെള്ളിക്കാശ് പോലെ കാണുക. അല്ലാതെ 50 വെള്ളിക്കാശ് പോലെ നിസ്സാരമായിട്ട് കാണരുത്. നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് സംഭവിക്കുന്ന പാപങ്ങളോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? അതിനെ വലുതായിട്ട് കാണുന്നുണ്ടോ? ആ പാപത്തെ ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവ് വലിയ ക്ഷമയാണ് നമുക്ക് തന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ടോ? അങ്ങനെ കണ്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അധികം അവനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. കാരണം അധികം ഇളച്ചു കിട്ടിയവനാണ്, അധികം ഇളച്ചു കിട്ടി എന്ന് ബോധ്യമുള്ളവനാണ് അധികം സ്നേഹിക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ തെറ്റുകളെ നമ്മൾ വലുതായിട്ട് കാണുന്നത് ആ തെറ്റുകളെ ക്ഷമിച്ചു തന്ന കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കാനിടയാക്കും. ഇന്നത്തെ ക്രിസ്തീയ ലോകത്ത് പലരും അവരുടെ തെറ്റുകളെയൊക്കെ നിസ്സാരവൽക്കരിക്കാറുണ്ട്. അതെന്തുവാ, ആരാ ഇങ്ങനെയൊക്കെ ചെയ്യാത്തത് എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കും. നമ്മൾ അതിനെ നിസ്സാരവൽക്കരിക്കേണ്ട, അതിനെ വലുതായിട്ട് കാണുക. അയ്യോ, വലിയ തെറ്റാണ് എൻ്റെ ഭാഗത്ത് വന്നത് എന്ന് കണ്ട് അത് ക്ഷമിച്ചു തന്നു. ഞാൻ അത് ഏറ്റു പറഞ്ഞപ്പോ തന്നെ കർത്താവ് അത് ക്ഷമിച്ചു തന്നല്ലോ എന്ന് കണ്ട് അങ്ങനെയുള്ള കർത്താവിൻ്റെ അധികം ഇളച്ചു തന്ന ആ സ്നേഹത്തെ കാണുമ്പോ ആ സ്നേഹം നമ്മളെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് വിളിക്കും. ആഴിയെ വിളിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ കാര്യം കാണുന്നുണ്ട്, നമ്മൾ പലരുടെ കാര്യത്തിൽ കാണുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറയാനുള്ള
പൗലോസിന്റെ കാര്യം നമുക്കറിയാമല്ലോ. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പൗലോസ് തന്റെ ജീവിതത്തിൽ താന് അവിടെ പറയുക, ഞാന് എന്താ താന് തന്നെ കുറിച്ച് തന്നെ പറയുക. പൗലോസ് അങ്ങനെ വലിയ തെറ്റ് ഒന്നും എന്തെങ്കിലും ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. എന്തെങ്കിലും വളരെ ചെറിയ എന്തെങ്കിലും ചില കാര്യങ്ങളായിരിക്കും വരുന്നത്. പക്ഷെ അങ്ങനെയുള്ള തെറ്റുകൾ പോലും താൻ എന്തായിട്ടാ കണ്ടത്? വളരെ വലുതായിട്ടാ കണ്ടത്. റോമർ 7:24 നമ്മൾ കാണുന്നു, ഞാൻ പാവപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു, ഞാൻ പാവപ്രമാണത്തിന് ബദ്ധനായി പോകുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. പൗലോസ് അങ്ങനെ ഞാൻ ഒരു അരിഷ്ട മനുഷ്യൻ എന്ന് നിലവിളിക്കത്തക്കവണ്ണം വലിയ പാപമൊന്നും ചെയ്തതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? തന്റെ ജീവിതത്തിൽ വന്ന ചെറിയ തെറ്റുകളെ പോലും ഒരുപക്ഷെ പൗലോസ് വലുതായിട്ട് കാണുന്നത് കൊണ്ടാണ് താൻ അരിഷ്ട മനുഷ്യൻ എന്ന് നിലവിളിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതുകൊണ്ട് അത്രയും തനിക്ക് ഇളച്ചു കിട്ടിയെന്ന് കാണുമ്പോൾ അവൻ എന്ത് ചെയ്യാൻ കഴിയുന്നു? ദൈവത്തെ, കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയുന്നു. കർത്താവിനായിട്ട് കൂടുതൽ പ്രവർത്തിക്കാൻ ഒരുപക്ഷെ പൗലോസിനെ പ്രേരിപ്പിച്ചത് ഈ ഒരു കാഴ്ചപ്പാടായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് കഴിഞ്ഞ കാലഘട്ടത്തില് നമുക്ക് വന്നിട്ടുള്ള തെറ്റുകളെയും ഒക്കെ ഓർക്കുക. അതൊക്കെ അവിടുന്ന് ക്ഷമിച്ചു തന്നു. മറ്റുള്ളവര് ആരെങ്കിലും അറിഞ്ഞാൽ ആളുകള് വളരെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? ആളുകളുടെ മുമ്പിൽ നമ്മൾ പലതും മറച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വലിയവനായ ദൈവം കാണുന്നുണ്ട്. അങ്ങനെയുള്ള അതെല്ലാം അവിടുത്തെ കണ്ണിന്റെ ദൃഷ്ടിക്ക് മറഞ്ഞിരിക്കുന്നില്ലെങ്കിലും നമ്മൾ വിളിച്ചപേക്ഷിച്ചപ്പോൾ, നമ്മൾ അനുതാപത്തോടെ കർത്താവിന്റെ അടുത്ത് ചെന്നപ്പോൾ കർത്താവ് അത് ക്ഷമിച്ചു തന്നു. നമ്മുടെ കഴിഞ്ഞകാല വലിയ പാപങ്ങൾ, ഇന്ന് വർത്തമാനകാലത്തിൽ ഉണ്ടാകുന്ന പാപങ്ങൾ, ഇതെല്ലാം ക്ഷമിച്ചു തന്നു. ഏസ്കലിന്റെ പുസ്തകം നോക്കുക. ഏസ്കലിന്റെ പുസ്തകം 36-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. അവിടെ ഏസ്കല് പറയുക, അവിടെ 36-ന്റെ 31-ാമത്തെ വാക്യം, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെയും നന്നല്ലാത്ത പ്രവൃത്തികളെയും ഓർത്ത് നിങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തവും മ്ലേച്ഛതകൾ നിമിത്തവും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. സത്യത്തിൽ പലപ്പോഴും അങ്ങനെ തോന്നാറില്ലേ? നമുക്ക് പോലും നമ്മളെ ഇഷ്ടമല്ല, എന്നിട്ടും നമ്മൾ ഏറ്റു പറഞ്ഞപ്പോൾ കർത്താവ് അത് ക്ഷമിക്കുകയും അത് മറക്കുകയും ചെയ്ത് നമ്മളെ സ്നേഹിച്ച് മക്കളാക്കി തീർത്തു. ഇന്നും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തെറ്റുകൾ ഉണ്ടെങ്കിൽ, അതും കർത്താവിനോട് ഏറ്റു പറയുമ്പോൾ കർത്താവ് ക്ഷമിക്കുന്നു. പക്ഷേ അതിനെയൊക്കെ ചെറുതായിട്ടല്ല നമ്മൾ കാണേണ്ടത്. പൗലോസ് കണ്ടതുപോലെ വലുതായിട്ട് തന്നെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നുള്ള ഒരു നിലവിളി നമ്മൾ കൂടെ കൊണ്ട് നടക്കുകയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ ഉയരുകയും ചെയ്താൽ തീർച്ചയായിട്ടും കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് നമുക്ക് അധികം ഇളച്ചു തന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊരു വെറുതെ പറയുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് തന്നെയുള്ള ഒരു അംഗീകാരമാണ്, ഒരു അക്നോളജ്മെന്റ് ആണ്. എനിക്ക് കർത്താവ് അധികം ഇളച്ചു തന്ന കർത്താവിനോട് ഞാൻ എങ്ങനെയാ പ്രത്യുപകാരം ചെയ്യുക, അല്ലെങ്കിൽ കർത്താവിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? കർത്താവിനെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ എനിക്ക് അധികം ഇളച്ചു കിട്ടിയവനെ ഞാൻ അധികം സ്നേഹിക്കും എന്ന് പറയുക. അപ്പോൾ നമ്മുടെ സ്നേഹം വർദ്ധിച്ചു വരും. പൗലോസ് തന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളുണ്ട്, നമ്മൾ അതെല്ലാം എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മള് നോക്കുക, നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തില് 17-ാമത്തെ അധ്യായത്തില് വേറൊരു കാര്യം പറയുന്നുണ്ട്. 17-ാം അധ്യായം 10-ാമത്തെ വാക്യം. നമ്മൾ ചില കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്ത തെറ്റുകള് ഒഴിവാക്കി കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യുന്നിരിക്കട്ടെ, ചെയ്യുമ്പോഴും നമ്മൾ ആ ചെയ്തതിൽ പുകഴുകയല്ല വേണ്ട. പൗലോസിനെ പോലെ താൻ ചെയ്ത കാര്യങ്ങൾ നോക്കി ഞാൻ കേമനാണെന്ന് അല്ല പൗലോസ് പറയുന്നത്. മറിച്ച് എന്താ? താൻ ചെയ്ത കാര്യങ്ങൾ നോക്കാതെ, കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നോക്കാതെ താൻ എന്ത് ചെയ്യുന്നു?
തന്റെ പാപത്തെയാ നോക്കുന്നത്. ഇവിടെ ഇതാ ലൂക്കോസ് 17:10 കാണുന്നു, നിങ്ങൾ കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവി. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തത് നോക്കിയിട്ട് ഞാൻ അത്ര അധികം വളച്ചു കിട്ടിയവനല്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയല്ല വേണ്ടത്. നമ്മള് ചെയ്ത ശേഷവും, ചെയ്യേണ്ടതൊക്കെ ചെയ്ത ശേഷവും നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് മാത്രം പറയണം. അതിന്റെ 17-33, തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. അതായത് ഞാന് ചിലതെല്ലാം ചെയ്തു, ഞാന് കുഴപ്പക്കാരനല്ല, ഞാനൊരു വലിയ ആളാണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം ജീവനെ നേടാൻ നോക്കുകയാണ്. അങ്ങനെ സ്വന്തം ജീവനെ നേടാൻ നോക്കുന്നവൻ എന്തോ ചെയ്യും? അവൻ നിത്യജീവനെ കളയും. അതാണ് 33 പറയുന്നത്. അതിനു പകരം ഈ സ്വന്തം ജീവനെ കളയുന്നവൻ, സ്വന്തം ജീവനെ എങ്ങനെയാ കളയാൻ കഴിയുന്നത്? അയ്യോ, ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നതാണ് സ്വന്തം ജീവനെ കളയുന്നത്. അങ്ങനെ നമ്മൾ സ്വന്തം ജീവനെ കളഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നിത്യതയിലെ നിത്യജീവനെ രക്ഷിക്കും. ഇതും ഒരു പ്രമാണമാണ്. നമുക്ക് ഇതെല്ലാം വിശദമായിട്ട് പറയാൻ സമയമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ദൈവം മുമ്പാകെ നമുക്കൊരു നിഗളമില്ലാതെ, നമുക്കൊരു സ്വയപ്രശംസയില്ലാതെ, ആ നിലയിൽ നമ്മളെ തന്നെ പുകഴ്ത്താതെ നമ്മൾ ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് കാണുക. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്ന തെറ്റുകളെ വലുതായിട്ട് കാണുക. ആ തെറ്റുകളെ അവിടുന്ന് ഇളച്ചു തന്നത്, വലിയ കടം ഇളച്ചു തന്നതായിട്ട് കാണുക. അങ്ങനെയൊക്കെ കാണുമ്പോൾ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാനായിട്ടും സന്തോഷത്തോടെ ആ നിലയിൽ മുന്നോട്ട് പോകാനായിട്ടും നമുക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മളെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങനെ ഒരു വാക്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ കർത്താവ് തന്നെ പറയുന്നത് ഇതേ പ്രമാണമാണ്. യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമല്ല, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത്. അപ്പൊ കണ്ടോ, കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നത് ആർക്കാ? ഞാൻ നീതിമാനാണ് എന്ന് പറഞ്ഞ് അതിൽ പുകഴുന്ന പരീശന് ചെല്ലാനൊക്കുകയില്ല. അതേസമയം ഞാൻ പാപിയാണ് എന്ന് പറയുന്ന ചുങ്കക്കാരന് കർത്താവിന്റെ അടുത്ത് ചെല്ലാം. ദീനക്കാർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, സൗഖ്യമുള്ളവർക്ക് ആവശ്യമില്ല. നമ്മളെ തന്നെ നോക്കുമ്പോൾ നീതിമാന്മാരായിട്ട് കണ്ടാൽ നമ്മൾ വളരെ സൗഖ്യമുള്ളവരാ, നമുക്കൊരു വൈദ്യനെ ആവശ്യമില്ല. അതേസമയം നമ്മളെ തന്നെ കാണുമ്പോൾ ദീനക്കാരനായിട്ട് കണ്ടാൽ നമുക്കൊരു വൈദ്യനെ ആവശ്യമുണ്ട്, നമുക്ക് കർത്താവിന്റെ അടുത്ത് ചെല്ലാം. ഈ പ്രമാണങ്ങൾ നമ്മൾ നോക്കുക. അതുകൊണ്ട് നമ്മുടെ ദൃഷ്ടിയിൽ നമ്മള് വലിയ ആളുകളായിട്ടല്ലാതെ പൗലോസിനെ പോലെ അരിഷ്ട മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മളെ തന്നെ ചെറുതായിട്ട് കാണുകയും നമ്മൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പുകഴാതെ ഞാൻ പറഞ്ഞത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ, ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ എന്ന് ഒരു മനോഭാവത്തിൽ നിൽക്കണം. അത് വെറുതെ പറഞ്ഞാൽ പോരാ, നമ്മുടെ ഹൃദയത്തിൽ ആ ഒരു മനോഭാവം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ അടുത്തേക്ക് നമുക്ക് വേഗത്തിൽ ചെല്ലാനൊക്കും, കർത്താവിനെ ആവശ്യമുള്ളവരായിട്ട് നമുക്ക് നിൽക്കാനൊക്കും. അങ്ങനെ നമുക്ക് സ്നേഹത്തിൽ വർദ്ധിച്ചു വരാനായിട്ട് കഴിയും. ഇങ്ങനെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, കർത്താവ് നയിലെ വിധവയെ നോക്കിയിട്ട് കരയണ്ട എന്ന് പറഞ്ഞാണല്ലോ തുടങ്ങിയത്. ലൂക്കോസിന്റെ സുവിശേഷം 7-13 വാക്യം. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ കണ്ണിൽ കണ്ണുനീരുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ ഒരു ദിവസം വരുന്നു. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നോക്കുക. 7-ന്റെ 17-ാമത്തെ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് എന്തോ ചെയ്യും? നിത്യതയില് കർത്താവ് എന്ത് ചെയ്യും? ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. നമ്മൾ ഇന്ന് ഭൂമിയിലായിരിക്കുമ്പോൾ പല നിലയിൽ നമുക്ക് കണ്ണീരുണ്ട്. കർത്താവിന് ഇന്നേ നമ്മളോട് കരയണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനും ഒക്കെ ഉള്ളൂ. എന്നാൽ നമ്മളെ ഒരിക്കൽ സ്വർഗത്തിൽ കൊണ്ടുപോകും, നിത്യതയിൽ നമ്മൾ ചെല്ലും.
നിത്യതയിൽ ചെല്ലുമ്പം അവിടെ എന്ത് സംഭവിക്കുമെന്ന് വെളിപ്പാട് 7:17 നമ്മൾ കണ്ടത്, ദൈവം തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. ആ കാര്യവും ഓർത്ത് പ്രത്യാശയോടെ നമുക്ക് നമ്മുടെ ജീവിതം കഴിക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞത്, നമ്മള് നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന, നമ്മുടെ വിഷമങ്ങൾ തിരിച്ചറിയുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അങ്ങനെ ഒരു കർത്താവിനെയാണ് നമ്മൾ പിൻപറ്റുന്നത്. അവിടുന്ന് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞു. ഇന്നും അവിടുന്ന് സ്വർഗോന്നതങ്ങളിലാണെങ്കിലും അവിടുന്ന് എന്താണ്, അവിടുന്ന് അവിടുത്തെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. നമ്മളെ കണ്ണുനീര് കണ്ട് നമ്മളെ സഹായിക്കാൻ അവിടുന്ന് തയ്യാറാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള കർത്താവിനെ സ്നേഹിക്കുന്നതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ധന്യത. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഇങ്ങനെ എല്ലാം ചെയ്ത കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുക. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ ആകത്തുക. കൂടുതൽ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? കർത്താവിന്റെ സ്നേഹത്തെ കൂടുതൽ ധ്യാനിക്കുക. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകള്, ആ കാര്യങ്ങളെ ചെറുതായിട്ട് കാണാതെ വലുതായിട്ട് കാണുക. നമുക്ക് അധികം ഇളച്ചു കിട്ടി എന്ന് കാണുക. ആ നന്ദിയോടെ ആയിരിക്കുക. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് കർത്താവിനെ അധികം സ്നേഹിക്കാനായിട്ട് കഴിയും. എന്നാൽ നമ്മുടെ മുമ്പിൽ ഒരു ദിവസം വരുന്നു, ഈ ഭൂമിയിലെ നമ്മുടെ നാളുകൾ കഴിഞ്ഞ് കർത്താവ് നമ്മളെ നിത്യതയിൽ ചേർക്കുന്ന ഒരു സമയം വരുന്നു. അന്ന് ദൈവം എന്ത് ചെയ്യും? ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ കണ്ണിലുണ്ടായിരുന്ന ഈ കണ്ണുനീരെല്ലാം ആ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പിന്നെ അതിന് പ്രസക്തിയില്ല. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അങ്ങനെ ഒരു നാൾ നമ്മുടെ മുമ്പിലുണ്ട്. പ്രത്യാശയോടെ നമുക്ക് ഈ വഴിയിലൂടെ മുന്നോട്ട് പോകാം. നന്ദിയുള്ളവരായിട്ടായിരിക്കാം, കർത്താവിനെ സ്നേഹിക്കുന്നവരായിരിക്കാം, കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ മറക്കാത്തവരായിരിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു.